ലൈവില് കുറെ നേരം മുമ്പ് അനുമോളെ ചൊറിയുന്ന രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ റെന ഫാത്തിമയും ജിസേലും കൂടി പറഞ്ഞുകൊണ്ട് ആ വഴി നടപ്പുണ്ടായിരുന്നു. ജിസേല് പറയുന്നത് നമ്മളൊക്കെ അനുമോളുടെ ഫാമിലിക്ക് നല്ലത് വരണം എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെയൊക്കെ ക്വാളിറ്റി അതാണ്. പക്ഷെ അനുമോൾ എന്താണ് ചെയ്തത്? വൈഫ് ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യുമെന്നും പിന്നെ മുടിഞ്ഞു പോകുമെന്നും അനുഭവിക്കുമെന്നും ഒക്കെ പറഞ്ഞ് പ്രാഗി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജിസേല് പറയുന്നുണ്ട്. റെന ഇതിനൊക്കെ എന്തൊക്കെയോ റിപ്ലൈ പറയുന്നുണ്ട് കേട്ടോ. അനുമോൾ കേൾക്കത്തക്ക രീതിയിൽ തന്നെ വളരെ ലൗഡ് ആയിട്ടുള്ള രീതിയിൽ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ റെനയും ജിസേലും രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് റെന അനുമോളെ ശേഷ്വപ്പട്ടിന്നോ അങ്ങനെ എന്തോ ഒരു വേർഡ് റിപ്പീറ്റ് അടിച്ച് വിളിക്കുന്നുണ്ട്. അതത്ര നല്ല വാക്കൊന്നും അല്ല. ശേഷ്വപ്പട്ടി അനുമോൾ എന്ന് റെന ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജിസേല് പറയുന്നുണ്ട് റെനയുടെ അടുത്ത് അങ്ങനെയൊന്നും വിളിക്കരുത് എന്ന്. എപ്പിസോഡിനകത്തും ഈ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. സമാനമായ ഒരു സംഭവമാണ്. റെന എന്തോ വിളിക്കുന്നത് മ്യൂട്ട് ചെയ്താണ് കേൾപ്പിച്ചിരിക്കുന്നത്. ആ ഒരു വാക്ക് റെന പറഞ്ഞതും അപ്പാനിഷരത്തും ജിസയിലും ഒക്കെ പറയുന്നുണ്ട് അത് പറയരുത് എന്ന്. വീണ്ടും വീണ്ടും റെന അത് തന്നെ ലൈവിനകത്ത് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുമ്പിട്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അനുമോളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഒരാളെ ഇങ്ങനെ ഈ രീതിയിൽ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അത് പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഒട്ടും തന്നെ ഒരു താല്പര്യമുള്ള ഒരു കേസായിട്ട് തോന്നുന്നില്ല. റെന ഇതിപ്പോ കുറെ വട്ടമായിട്ട് അനുമോളെ പട്ടി 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 എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നു. ഒരു രീതിയിലുള്ള പ്രൊവോക്കേഷനും ഇല്ലാതെയാണ് റെന ഇങ്ങനെ റിപ്പീറ്റഡ്ലി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോൾ ഒരു പോടീന്നോ പോടേന്നോ വിളിക്കുന്നതിന് തിരിച്ചിതാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്.